ഈസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഹ്ലുസുന്നയുടെ നിലപാട് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കി. ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരും. യഹൂദികൾ വാദിക്കുന്നത് പോലെ ഈസാ നബി അലൈഹി സ്വലാം വധിക്കപ്പെട്ടിട്ടില്ല. ക്രൈസ്തവർ വിശ്വസിക്കുന്നത് പോലെ ഈസാ നബി അലൈഹി സ്വലാം കുരിശിലേറ്റപ്പെട്ടിട്ടുമില്ല. ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരുന്ന ദിവസം യഹൂദികളും ക്രൈസ്തവരും ഈസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇനി ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വരവ് എങ്ങനെയായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, യൻസിൽ ഈസ ഇബ്നു മറിയം ഇൻദൽ മനാറത്തിൽ ബൈള ശർഖീൻ ദിമഷ്ക്. കിഴക്കൻ ദമസ്കസിൻ്റെ ദിമഷ്കിൻ്റെ വെള്ളമിനാരത്തിനരികിലാണ് ഈസാ നബി അലൈഹി സ്വലാം വരിക. ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങും. അത് ദമസ്കസിലായിരിക്കും. ദമസ്കസിൻ്റെ കിഴക്ക് ഭാഗത്തായിരിക്കും, ഒരു മിനാരത്തിനരികിലായിരിക്കും. ലാകിന്നഹാ തകൂനു ഹുനാക മനാറത്തുൻ ബൈള. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു മിനാരമില്ല. മഹാനായ ഇമാം നബവിയുടെ കാലഘട്ടത്തിൽ ആ മിനാരമുണ്ട്. 676 ഇമാം നബവി റഹ്മഹുല്ല ലോകത്തുനിന്ന് വിട പറയുന്നത്. അപ്പോഴേക്കും ആ മിനാരം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇമാം നബവി റഹ്മഹുല്ലയൊക്കെ അത് പറയുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ നാടാണ് ദമസ്കസ്. ഷെയ്ഖുൽ ഇസ്ലാം അന്ന് അവിടെ ഉണ്ടായിരുന്ന ബനു ഉമയ്യക്കാർ പണിത പള്ളി, ആ പള്ളി ചൂണ്ടി അദ്ദേഹം പറയാറുണ്ട്. ആ പള്ളിക്ക് ഒന്നിലധികം മിനാരങ്ങളുണ്ട്. ആ മിനാരങ്ങളെ ചൂണ്ടി ഷെയ്ഖുൽ ഇസ്ലാം പറയാറുണ്ട്, ഇവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങുക എന്ന്. അന്നതിൻ്റെ മിനാരത്തിൻ്റെ നിറം വെള്ളയായിരുന്നില്ല. പിന്നീട് പുതുക്കി പണിതപ്പോൾ അത് വെള്ള നിറത്തിലേക്ക് മാറി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന സ്ഥലത്താണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അത് ദമസ്കസിലാണ്, ഒരു വെള്ള മിനാരത്തിനരികിലായിരിക്കും എന്നും ഹദീസുകളിൽ വ്യക്തമാണ്. ഇറങ്ങുന്ന സമയത്ത് ഈസാ നബി അലൈഹി സ്വലാം വഹുവ യൽബസു സൗബൈനി, 2 വസ്ത്രങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരിക്കും, 2 തുണികൾ അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരിക്കും. ഫീഹിമാ സുഫ്രത്തുൻ ഖഫീഫ, ഇളം മഞ്ഞ നിറത്തിലുള്ള, നല്ല കടുപ്പമുള്ള മഞ്ഞയല്ല, ഇളം മഞ്ഞ നിറത്തിലുള്ള, കണ്ടാൽ ഭംഗി തോന്നുന്ന 2 തുണികൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രമായിരിക്കും. കഅന്ന റഅസഹു യഖ്തുറു മിൻഹുൽ ജുമാൻ, അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് വെള്ളി കൊണ്ടുള്ള മുത്തുകൾ താഴേക്ക് പൊഴിയുന്നത് പോലെ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് ആ ഭംഗിയെ, തല ഒരു നനവുള്ള രൂപത്തിൽ തോന്നിക്കും. മുടി നനഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ഒരു മുത്ത് പൊടിയുന്നത് പോലെ ഒരു നനവ് അദ്ദേഹത്തിൻ്റെ മുടിക്ക് തോന്നിപ്പിക്കും. അതുപോലെ തന്നെ വിയർപ്പ് തുള്ളികൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരിക്കും. അങ്ങനെ പല രൂപത്തിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. വാലിഅൻ കഫൈഹി അല അജ്നിഹത്തി മലക്കൈൻ, 2 മലക്കുകളുടെ ചിറകിൽ കൈവച്ചുകൊണ്ടായിരിക്കും ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് വരിക. 2 മലക്കുകൾ ആ മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ട് തല ഒരു നനവുള്ള രൂപത്തിൽ, നല്ല ഭംഗിയുള്ള ഒരു മനുഷ്യനായിക്കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം ഭൂമിയിലേക്ക് വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയം നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ടുപോകേണ്ടതല്ല. ഈസാ നബി അലൈഹി സ്വലാം വന്നാൽ ആ ഈസാ നബി അലൈഹി സ്വലാമിനെ മനസ്സിലാക്കി പിന്നിൽ അണിചേരുന്നവർക്കാണ് വിജയം. അത് പരീക്ഷണത്തിൻ്റെ ദിവസങ്ങളാണ്, ശക്തമായ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അവിടെ നിലപാട് സ്വീകരിക്കാൻ കഴിയുക ഈ വിഷയം പഠിച്ച് മനസ്സിലാക്കുന്നവർക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അൽ അംബിയാഉ ഇഖ്വത്തുൻ ലഅല്ലാത്തിൻ, പ്രവാചകന്മാരെല്ലാം ഉപ്പ ഒത്ത സഹോദരന്മാരാണ്. ലഅല്ലാത്തിൻ എന്ന് പറഞ്ഞാൽ ഉപ്പ ഒന്നായ സഹോദരന്മാർ. എല്ലാ അമ്പിയാക്കളും അങ്ങനെയാണ്, അഥവാ അവരുടെ വിശ്വാസങ്ങൾ ഒന്നാണ്. ഒരു പ്രവാചകൻ വന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസകാര്യത്തിനെതിരായി മറ്റൊരു പ്രവാചകൻ പഠിപ്പിക്കുകയില്ല.
ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാർക്കും പറയാനുള്ളത് അള്ളാഹു ഏകനാണ്, അവനെ ആരാധിക്കണം, അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ സിഫാത്തുകൾ, അതിലൊന്നും മാറ്റമില്ല. ഈമാനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങളിലോ അത് എല്ലാ പ്രവാചകന്മാർക്കും ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഉമ്മഹാത്തുഹും ശത്ത, അവരുടെ ഉമ്മമാർ വ്യത്യസ്തമാണ്, അഥവാ ശരീഅത്തുകൾ വ്യത്യസ്തമായിരിക്കും. അത് എല്ലാ പ്രവാചകന്മാർക്കും ഒരുപോലെയാകണമെന്നില്ല. ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ ആ ശരീഅത്തിൽ ആങ്ങളെയും പെങ്ങളെയും വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് ആ ശരീഅത്തിൽ അനുവദനീയമാണ്, മറ്റു ശരീഅത്തിൽ അങ്ങനെയാകണമെന്നില്ല. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്തിൽ 50 വക്താണ് നമസ്കാരം. നമ്മുടെ ശരീഅത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ശരീഅത്തിൽ തയമ്മും അനുവദിച്ചിട്ടുണ്ട്, മറ്റുള്ള പ്രവാചകന്മാർക്ക് അത് അനുവദിച്ചിട്ടില്ല. നമ്മുടെ ശരീഅത്തിൽ എവിടെയും നമുക്ക് നമസ്കരിക്കാം, അത് മറ്റുള്ള പ്രവാചകന്മാർക്ക് അള്ളാഹു അനുവദിച്ചിട്ടില്ല. നമ്മുടെ ശരീഅത്തിൽ ഗനീമത്ത് സ്വത്ത് നമുക്ക് അനുവദനീയമാണ്, മറ്റുള്ള ശരീഅത്തിൽ അങ്ങനെയല്ല. ശരീഅത്തുകൾ വ്യത്യസ്തമാണ്, എന്നാൽ അവരുടെ വിശ്വാസമോ അതൊന്നാണ്. അവർ പഠിപ്പിച്ച തൗഹീദ് ഒന്നാണ്. അവർ പഠിപ്പിച്ച അള്ളാഹു, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അതിലൊന്നും മാറ്റമില്ല. എന്നാൽ അവരുടെ അനുഷ്ഠാനങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വഇന്നി ഔലന്നാസി ബിഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയമിനോട് ഏറ്റവും അടുപ്പമുള്ളത് എനിക്കാണ്. ലിഅന്നഹു ലം യകുൻ ബൈനി വബൈനഹു നബിയ്യുൻ, എനിക്കും ഈസാ നബി അലൈഹിസ്സലാമിനും ഇടയിൽ മറ്റൊരു പ്രവാചകനില്ല. ഈസാ നബി അലൈഹിസ്സലാം കഴിഞ്ഞാൽ പിന്നീട് വന്നിട്ടുള്ളത് ഞാനാണ്. വഇന്നഹു നാസിലുൻ, ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഫഇദാ റഅയ്തുമൂഹു ഫഅരിഫൂ, ഈസാ നബി അലൈഹിസ്സലാമിനെ ആ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിയണമെങ്കിൽ പഠിക്കണം, വിഷയം പഠിക്കണം. എന്താണ് ഈസാ നബി അലൈഹി സ്വലാം വരുന്ന ആ സമയത്തുണ്ടാകുന്നത്? എന്താണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രത്യേകതകൾ? വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കും? അന്ന് അഹ്ലുസുന്ന എന്ത് നിലപാട് സ്വീകരിക്കണം? ആ വിഷയങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഈസാ നബി അലൈഹി സ്വലാമിനെ തിരിച്ചറിയാൻ കഴിയുക. ഈസാ നബിയുടെ പ്രത്യേകത റജുലുൻ മർബു, ഒത്ത ഉയരമുള്ള മനുഷ്യനാണ്. അമിത ഉയരമുള്ള അല്ലെങ്കിൽ വളരെ കുറിയ ഒരു മനുഷ്യനല്ല, ഒത്ത ഉയരം. ഒരു പുരുഷന് ആവശ്യമായ ഒത്ത ഉയരമുള്ള റജുലുൻ മർബു, അതാണ് ഈസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ നിറം ഇലൽ ഹുമറത്തി വൽ ബയാദ്, നല്ല വെളുപ്പുമല്ല നല്ല ചുവപ്പുമല്ല, വെളുപ്പിലേക്കും ചുവപ്പിലേക്കും ചായ്വുള്ള ഒരു ബ്രൗൺ നിറത്തിലായിരിക്കും ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടാവുക എന്ന് ഹദീസുകളിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചു. കഅന്ന റഅസഹു യഖ്തുറു വഇൻ ലം യുസിബുൽ ബലൽ, മുടിയിൽ നനവില്ല, വെള്ളം തട്ടിയിട്ടില്ല, മുടിയിൽ വെള്ളമില്ല, പക്ഷേ നോക്കിയാൽ വെള്ളം ഇറ്റുന്നത് പോലെ ഉണ്ടായിരിക്കും, അത്ര ഭംഗിയുള്ള മുടിയായിരിക്കും. ആ മുടി ഒരു നനവ് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ ആ മുടിയിൽ നനവ് തട്ടിയിട്ടില്ല. ചുമല് വരെ അദ്ദേഹത്തിൻ്റെ മുടി നീണ്ടു നിൽക്കുന്നുണ്ടായിരിക്കും. ചെവി കടിഞ്ഞ് താഴേക്ക് ഊർന്ന മുടികളായിരിക്കും ഈസാ നബി അലൈഹിസ്സലാമിൻ്റേത്. ആ മുടി തന്നെ നല്ല നീളത്തിലുള്ള അല്ല, അതിൽ ചുരുളലുകൾ ഉണ്ടായിരിക്കും. ചെറിയ ചുരുളൻ മുടി, അതും നീളത്തിൽ ചുമല് വരെ നീണ്ടു നിൽക്കുന്ന, ആ മുടിയിലേക്ക് നോക്കിയാൽ ഒരു നനവ് തോന്നുന്ന, വെള്ളം ഇറ്റിറ്റ് വീഴുന്ന രൂപത്തിൽ തോന്നുന്ന രൂപത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മുടി ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇനി ഈസാ നബി അലൈഹി സ്വലാം വന്നു കഴിഞ്ഞാൽ ഫയദുഖു അസ്വലീബ്, കുരിശുകൾ തകർക്കും. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് നേരെ വിപരീതമായിട്ടാണ് കുരിശുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു കൊടും ചതിയുടെ കഥയാണ്. ആ വിശ്വാസപരമായ വൈകല്യം, അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ആദർശ വ്യതിയാനം, അത് ആദ്യം തുടച്ചു നീക്കാനാണ് ഈസാ നബി അലൈഹിസ്സലാം വന്നു കഴിഞ്ഞാൽ പരിശ്രമിക്കുക. വയഖ്തുലുൽ ഖിൻസീർ, അദ്ദേഹം പന്നികളെ കൊല്ലും. കാരണം ഈ ശരീഅത്താണ് ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ നടപ്പിലാക്കുക. അതുപോലെ തന്നെ വയലഉൽ ജിസിയ, ജിസിയ ഇല്ലാതാക്കും. അമുസ്ലിമീങ്ങൾ നൽകുന്ന കരം, അവരുടെ ടാക്സ്, അത് വേണ്ട എന്ന് അദ്ദേഹം നടപ്പിലാക്കും. കാരണം അന്ന് സമ്പത്ത് കുമിഞ്ഞുകൂടിയിട്ടുണ്ടായിരിക്കും, ആളുകൾക്കാർക്കും ദുനിയാവിനോട് ഹുബ്ബുണ്ടാവില്ല. ഈസാ നബി അലൈഹി സ്വലാം വരുന്ന കാലഘട്ടത്തിൽ ദുനിയാവിനോടുള്ള ഹുബ്ബ് ആളുകൾക്ക് നഷ്ടപ്പെടും. അവർ സുജൂദിൻ്റെ വില മനസ്സിലാക്കും, അവർ ഇബാദത്തിൻ്റെ വില മനസ്സിലാക്കും. ഇന്ന് ദുനിയാവിനോടാണ് ഹുബ്ബ്. ഇന്ന് ഇബാദത്തുകളിൽ നിന്ന് അകന്ന് ദുനിയാവിൻ്റെ പിറകെയാണ് ആളുകൾ പോകുന്നത്. ദുനിയാവിനാണ് മധുരം.
എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം വരുന്ന സമയത്ത് വയഫീദുൽ മാൽ ഹത്താ യഖ്ബലഹു അഹദുൻ, ഒരാളും സ്വീകരിക്കാനില്ലാത്ത അങ്ങനെ സമ്പത്ത് കുമിഞ്ഞുകൂടും. സമ്പത്തുണ്ട്, ഒരാൾക്കും വേണ്ട. എന്ത് ദുനിയാവ്, എന്ത് സമ്പത്ത്, എന്ത് സ്വർണം, എന്ത് വെള്ളി, എന്ത് ദിർഹം, ആർക്കും പണം വേണ്ട. ഹത്താ തകൂന സജദ അൽ വഹിദ ഖൈറൻ മിന ദുനിയ വമാ ഫീഹാ. അന്നാളുകളുടെ മനസ്സ് ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ കാര്യം നേടുന്നതിനേക്കാളും ഖൈർ ഒരു സുജൂദാണ്. ഒരു സുജൂദിന് മനുഷ്യന്മാർ അത്ര വില കൽപ്പിക്കും. ഈ ദുനിയാവിനേക്കാൾ വിലയുണ്ടൊരു സുജൂദിന് എന്ന് മനുഷ്യന്മാർ തിരിച്ചറിയും. ഇബാദത്തിനായിരിക്കും ആളുകൾ വില കൽപ്പിക്കുക. കാരണം ദുനിയാവിൻ്റെ വില ശരിക്കും മനുഷ്യന്മാർ മനസ്സിലാകും. ഫിത്നകൾ ഇങ്ങനെ കാണുമ്പോൾ, മസീഹ് ദജ്ജാലിൻ്റെ ഫിത്നകൾ തിരിച്ചറിയുമ്പോൾ, ഓരോ ഫിത്നകളും തൻ്റെ കൺമുന്നിലൂടെ മറഞ്ഞു പോകുമ്പോൾ, റസൂലുള്ളാഹി പറഞ്ഞത് ഹക്കാണെന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ ദുനിയാവിൻ്റെ പിന്നാലെ ഉണ്ടാകില്ല, പിന്നെ സ്വർണത്തിൻ്റെ പിന്നാലെ ഉണ്ടാകില്ല, പിന്നെ വെള്ളിയുടെ പിന്നാലെ ഉണ്ടാകില്ല. ആളുകൾ സുജൂദിനു വേണ്ടി മത്സരിക്കുന്ന സാഹചര്യമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മതി യുഖാതിലൂന അലൽ ഹഖ്. ഈ ഉമ്മത്തിൽ ഒരു വിഭാഗമുണ്ടാകും ഹക്കിന് വേണ്ടി പോരാടുന്നവർ. സന്തോഷവാർത്ത അറിയിക്കാൻ, ഈ ഉമ്മത്തിലൊരു വിഭാഗം ഉണ്ടാകും, സ്വന്തം കുടുംബം, സ്വന്തം കാര്യം അതിങ്ങനെ നോക്കി വേറൊന്നിലും ഇടപെടാതെ പോകുന്നവരെന്നല്ല. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. അവരാണ് നല്ല ആളുകൾ, അവരാണ് നല്ല ആളുകൾ. കാരണം അവർ ഒന്നിലും ഇടപെടുന്നില്ല. അവരെ കുടുംബം എത്ര മാന്യന്മാർ, അവരെ കച്ചവടം, അവരെ ബിസിനസ്, പാവങ്ങളെ സഹായിക്കും. അങ്ങനെ ദീനിൻ്റെ ഒരു ചർച്ച, ദീനിൻ്റെ ഒരു പോരാട്ടം, അതിലൊന്നുമില്ല. അവരാണ് സമൂഹത്തിൽ നമ്മൾ കാണുന്ന നല്ല മനുഷ്യർ. റസൂലുള്ളാഹി പറഞ്ഞതോ യുഖാതിലൂന അലൽ ഹഖ്. എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗമുണ്ടാകും ഹക്കിന് വേണ്ടി പോരാടുന്നവർ. ഹക്കിന് വേണ്ടി സംസാരിക്കും, ബാത്തിലിനെതിരെ സംസാരിക്കും, തൗഹീദിന് വേണ്ടി നാവൊന്തും, ശിർക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കും. ലാഹിരീന ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകും. അതിലാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അല്ലാതെ തടിയിൽ ബോറൽ പറ്റാതെ, വസ്ത്രത്തിൽ അഴുക്ക് പുരളാതെ, ഒരു പ്രശ്നത്തിനുമില്ലാതെ എന്ന് പറഞ്ഞാൽ ദീന് പറയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, പരിഹാസം ഉണ്ടാകും, ആക്ഷേപം ഉണ്ടാകും, ഒറ്റപ്പെടുത്തലുണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. ഇത് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും അനുഭവിച്ചിട്ടുണ്ട്. ലോകത്ത് വന്ന ഒരു പ്രവാചകനെയും പച്ചവിരിച്ച പരവതാനികൾ ഒരുക്കി സമൂഹം സ്വീകരിച്ചിട്ടില്ല. ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകനെയും ഒരു പ്രബോധകനെയും പൂച്ചെണ്ടുകൾ നൽകി ആരും സ്വീകരിച്ചിട്ടില്ല. തീച്ചുളകളിലൂടെയാണ് അവർ നടന്നുപോയിട്ടുള്ളത്. ഈർച്ചവാളുകൾ കൊണ്ട് രണ്ടായി പിളർത്തിയ പ്രവാചകന്മാരുണ്ട്. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ പ്രവാചകന്മാരുണ്ട്. കുടുംബം ആട്ടിയോടിച്ച പ്രവാചകന്മാരുണ്ട്. സമൂഹത്തിൽ ഒരാൾ പോലും സ്വീകരിക്കാനില്ലാതെ ഒറ്റപ്പെട്ട പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരുടെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. ആ പ്രവാചകന്മാർ ഹക്കിന് വേണ്ടിയാണ് പോരാടിയത്. ആ പോരാട്ടം ലോകാവസാനം വരെ തുടരും. ഒരു കൊച്ചു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഹക്കിൽ ഉറച്ചു നിൽക്കുന്നവരുണ്ടാകും. അതിൽ നമ്മളുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ ഹക്ക് പറയുന്ന കൂട്ടത്തിൽ, ഹക്കിന് വേണ്ടി നിലപാടെടുക്കുന്നവരിൽ, ഹക്കിന് വേണ്ടി പോരാടുന്നവരിൽ നമ്മളുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫയൻസിലു ഈസ ഇബ്നു മറിയം. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഫയഖൂലു അമീറുഹും. ഈ ഹക്കിൽ നിലകൊണ്ട, ഹക്കിന് വേണ്ടി പോരാടുന്നവർ, അവർ നമസ്കാരത്തിലാണ്. അവരുടെ ഇമാം അന്ന് അവരോട് പറയും, ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയും. ആ ഇമാം ആരാണ്? ഇമാം മഹദിയാണ്. ഇൻഷാ അല്ലാഹ് ഇമാം മഹദിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നയുടെ ഇമാം, ഇമാം മഹദി. ആ ഇമാം മഹദി പറയും, തആൽ സ്വല്ലി ബിനാ, നിങ്ങൾ വരൂ, ഞങ്ങൾക്ക് വേണ്ടി ഇമാം നിന്ന് നമസ്കരിക്കൂ എന്ന് ഈസാ നബി അലൈഹിസ്സലാമിനോട് ഇമാം മഹദി പറയും. ഫയഖൂൽ, ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം പറയും, ലാ, ഇല്ല, ഈ നമസ്കാരത്തിന് ഞാൻ നേതൃത്വം നൽകുന്നില്ല. അഥവാ ആ നമസ്കാരത്തിന് ഇമാം മഹദി നേതൃത്വം നൽകും. അന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇന്ന ബഅദകും അലാ ബഅദിൻ അമീർ, നിങ്ങളിൽ ചിലരെ ഇമാമുമാരായി, അമീറുമാരായി നിശ്ചയിച്ചിട്ടുണ്ട്. ലിയുക്രിമല്ലാഹു ഹാദിഹിൽ ഉമ്മ എന്ന് അന്ന് ഇമാം മഹദി മറുപടി നൽകും. ഇമാം മഹദിക്ക് ഈസാ നബി അലൈഹിസ്സലാം മറുപടി നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അഹ്ലുസുന്നയുടെ വിശ്വാസമാണ് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ആ രൂപമെങ്ങനെ, ആ ഇറക്കമെങ്ങനെ, ഓരോന്നും ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത് മനസ്സിലാക്കുക,
അതിനനുസരിച്ചുകൊണ്ട് വിശ്വാസകാര്യങ്ങൾ നമ്മൾ ക്രമീകരിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.